ഹലോ, ഇന്ന് ഞാനിതാ ഒരു ബോട്ടിലാട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാനൊരു ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ മുകളിലത്തെ ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗമില്ലേ അതൊന്ന് ഊരി മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കുപ്പി വേണമെങ്കിലും ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കുപ്പിയുടെ മുകളിലത്തെ സ്റ്റിക്കറൊക്കെ ചിലത് പെട്ടെന്ന് തന്നെ ഊരി കിട്ടും കേട്ടോ. ചിലത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും. അങ്ങനെ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഞാനിതാ ആ ഒരു കുപ്പി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടൊന്ന് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മുകൾ വശത്താട്ടോ ആദ്യം ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡിന് 10 രൂപയാണ് വില വരുന്നത്. ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിൽ 2-3 കളർ ഉണ്ടെങ്കിൽ ആ 2-3 കളർ എടുത്ത് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ അതാ ഒരു കയ്യിൽ ആ ഒരു കുപ്പിയും ഒരു കയ്യിൽ ആ ഒരു വൂളൻ ത്രെഡും ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ കുപ്പി ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വൂളൻ ത്രെഡ് ഇല്ലെങ്കിൽ ചാക്കുന്നൂലോ അല്ലെങ്കിൽ ചരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ആ ഒരു മുകൾ വശം മുഴുവനായിട്ട് ഈ ഒരു ഓറഞ്ച് കളറാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ചുറ്റിയെടുക്കുന്നതിനനുസരിച്ച് പശ ഒന്ന് തേച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ ഞാൻ ഈ ഓറഞ്ച് കളറാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുപ്പിയുടെ ആ ഒരു മുകൾ വശത്ത് കയറ്റിറക്കം വന്നപ്പോൾ കുറച്ച് ഭാഗത്ത് നൂലൊന്ന് ശരിക്ക് പിടിക്കാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഞാനിതാ ഒന്നും കൂടെ പശ തേച്ചിട്ട് ആ ഒരു വൂളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു ത്രെഡ് ചുറ്റിയെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അത് അങ്ങനെ ഞാനിതാ ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കി ഭാഗത്ത് ആ ഒരു യെല്ലോ കളറാണ് കേട്ടോ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 2 കളറാണ് ഉണ്ടായിരുന്നത്. ബാക്കി ഉണ്ടായിരുന്ന കളറൊക്കെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഓറഞ്ചിൻ്റെ താഴെ ഈ ഒരു യെല്ലോ കളറാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ കളറും ഞാൻ മുഴുവനായിട്ട് അങ്ങ് ചുറ്റിയെടുക്കുന്നില്ല. പകുതി വെച്ചിട്ട് പിന്നെ ഞാൻ ഓറഞ്ച് തന്നെയാണ് ചുറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉണ്ടല്ലേ ഇങ്ങനെ ആ ഒരു കുപ്പി കയ്യിൽ പിടിച്ചിട്ട് ആ ഒരു ത്രെഡ് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു യെല്ലോ കളർ ചുറ്റിയെടുത്തതിന് ശേഷം ഞാൻ ബാക്കി ഭാഗം ഓറഞ്ച് കളറാണ് ചുറ്റിയെടുക്കുന്നത്. യെല്ലോ മാത്രം ആയിക്കഴിഞ്ഞാൽ ഒരു ഷോ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കാനാണ് ഈ ഒരു ഓറഞ്ച് കളർ ഒന്ന് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള കളറുകൾ അതിനോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കി ഭാഗം ഓറഞ്ച് ചുറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റെഡും അതുപോലെ തന്നെ ഗ്രീനുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നീല കളർ പോലെയായിട്ട് കാണുന്നത്. ഇനി ഞാനത് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിററിന് 10-15 രൂപയൊക്കെയാണ് ഒരു പാക്കറ്റിന് വരുന്നത്. ഞാനത് മീഷോന്ന് ഒരു 12 എണ്ണം ഒരുമിച്ച് അങ്ങ് മേടിച്ചതാണ്. അപ്പോൾ അതിന് 120 രൂപേൻ്റെ അടുത്തേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മിറർ സ്റ്റോൺ അല്ലെങ്കിൽ കളർ സ്റ്റോണുകൾ ഉണ്ടാവില്ലേ അതുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ മുത്തുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ മഞ്ചാടി ഉണ്ടെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ പുളിങ്കുരു എടുക്കാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണോ ലഭ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു മിറർ സ്റ്റോൺ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിതൊന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു മിറർ സ്റ്റോൺ ചെയ്തെടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഇതങ്ങനെ ഒരു പൂവ് പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക് വശത്തും അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഓറഞ്ച് കളർ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് റൗണ്ടിൽ മിറർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനുകൾ ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഇത്രയും വർക്കുകളാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഡിസൈനുകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ചെറിയൊരു കുപ്പി ആയതുകൊണ്ടാണ് ഇത്രയും ഡിസൈനുകളിൽ ഒതുക്കിയിരിക്കുന്നത്. കുറച്ചും കൂടെ വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വർക്കുകളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.